സോ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പറയുന്നില്ല, കാണിച്ചു തരാം. കമോൺ. സോ ഗൈസ് നമ്മൾ നമ്മുടെ ഗെയിമിംഗ് റൂമിലോട്ട് കയറി പോകുകയാണ് കേട്ടോ. വാ. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ഗെയിമിംഗ് റൂമിലോട്ട് പോകാം. സോ നമ്മുടെ ഗെയിമിംഗ് റൂം അത്ര വലിയ സെറ്റപ്പൊന്നുമില്ല, ഗെയിമിംഗ് റൂം ഒന്നും പറയാനുള്ളതൊന്നുമില്ല, ചെറിയ ചെറിയ ഗെയിമിംഗ് റൂമാണ്. അതാണ് നമ്മുടെ ഗെയിമിംഗ് റൂം കേട്ടോ. നമുക്കെല്ലാം കൂടി സെറ്റ് ആക്കാം. കമോൺ. ഇതാണ് നമ്മുടെ ഗെയിമിംഗ് റൂം. കേറുക. നമ്മുടെ ഗെയിമിംഗ് റൂം സെറ്റ്. സോ ഞാൻ കണ്ട ആ കസേര കണ്ട അവിടെ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുക. ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. അവിടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ സംഭവം കണ്ട ഇവിടെ കാണിച്ചു തരാം. ഈ സാധനം കണ്ട, ഈ സാധനത്തെ വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കട്ടെ. ഇവിടെ ഇരിക്കും ഈ കൊളുത്തിൽ. ഈ സംഭവം കണ്ട, ഈ കൊളുത്തിൽ ഫോം വയ്ക്കും, ഈ സാധനത്തിൽ ടോർച്ച് വയ്ക്കും. അപ്പോൾ നല്ല ക്ലാരിറ്റി കിട്ടും. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു മൈക്ക് സ്റ്റാൻഡും ഈ ക്യാമറ സ്റ്റാൻഡ് ആകെ പൊട്ടി ഇതൊക്കെ ചെയ്തിട്ടാക്കി തന്നെ ഇരിക്കുന്നുണ്ട്. സോ അത് നമുക്ക് റെഡി ആക്കണം. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ സാധനം പുതുക്കി പണിയണം. ഓക്കെ, ഈ ക്യാമറ സ്റ്റാൻഡ് പുതുക്കി പണിയണം. അതുപോലെ ഇവിടെ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ സെറ്റാണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ ഇത് വെക്കാനുള്ളൊരു മൈക്ക് സ്റ്റാൻഡ് ഒരു സംഭവം, അത് ഇവിടെ ആയിട്ട് ഒരു മൈക്ക് സ്റ്റാൻഡ് ഇങ്ങനെ ആയിട്ട് നമുക്ക് സെറ്റാക്കണം. സോ ഈ രണ്ട് സംഭവമാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. സെറ്റാക്കാം. വാ. സോ ഗൈസ്, നമുക്ക് നമ്മുടെ ഈ സാധനം എടുത്തിട്ട് അടി കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള സെറ്റാക്കാം കേട്ടോ. വാ. സോ ഇതൊക്കെ രണ്ട് കണ്ട് എടുക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പാറ്റ് ഉണ്ടെന്ന് വിചാരിക്കണു, എടുത്തിട്ട് പോകാം. ഇതിന് ഫുൾ സെറ്റപ്പ് ഞാൻ അടി പോയിട്ട് കാണിച്ചു തരാം. വാ. ഓക്കെ, നമുക്ക് ഇത് എടുത്തിട്ട് അടിയിലോട്ട് പോകണ്ട ഗൈസ്. വാ. ഇതിന് അടിയിൽ പോയിട്ട് ഞാൻ അത് കൂടുതൽ പോസ്റ്റ് മോഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ സംഭവം. ഇത് നമുക്ക് ഇനി പോസ്റ്റ് മോഡും ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, നമുക്ക് ഇത് ഈ സംഭവം ഉണ്ടോ, നമ്മൾ ഈ കുറ്റിയുടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് അളവൊക്കെ വെച്ചിട്ട് നമുക്കിത് ഇനി ഇത് എടുക്കണം. സോ നമുക്ക് ഇതെന്തെങ്കിലും ഇത് കൊട്ടിക്കളയാട്ടോ. ഇനി നമുക്ക് അതിനകത്ത് മെറ്റലാണ് വെച്ചിരിക്കണത്, അത് കൊട്ടിക്കളയാം. ഓക്കെ, നമുക്ക് ഇതിന് ഇത് കൊട്ടിക്കളയാം കേട്ടോ. ഓക്കെ, ഇത് കൊട്ടിക്കളയണം. സോ കൊട്ടിക്കളതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും സാധനത്തിൽ കൊട്ടിക്കളയാം, അല്ലെങ്കിൽ നോക്കുമ്പോൾ ലാസ്റ്റ് പെറിക്കളേണ്ടി വരും. നമ്മളെല്ലാം സെറ്റാക്കിയിട്ട് കൊട്ടിക്കളണം. നമുക്ക് ഇതോട്ട് കൊട്ടിക്കളയാം കേട്ടോ ഗൈസ്. എല്ലാ സെറ്റപ്പ് ഇവിടെ തന്നെ ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഏകദേശം കൊട്ടിക്കളഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് പരിക്കണമെന്നാണ് വിചാരിക്കുന്നത്. പറ്റും നോക്കട്ടെ. ഇതിന് വേണ്ടിയിട്ട് മാത്രം കുറേ സെല്ലോ ടൈപ്പ് കളഞ്ഞിട്ടുണ്ട്. സോ ആദ്യം നമുക്കിത് പറിച്ച് കളയാം. ഇത് കഷ്ടപ്പെട്ട് അന്ന് ഉണ്ടാക്കിയത്, ഇതിൻ്റെ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. സോ എന്തെങ്കിലും കളയണം. ഓക്കെ, സെറ്റായി. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് മിഡ് സെൻറ്റർ വരച്ചിട്ട് അതിൽ ഈ സംഭവം വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ സിമെൻറ്റ് മണലൊക്കെ ഇട്ട് പരിക്കിടന്നാണ് വിചാരിക്കുന്നത്. പറ്റുമെന്നറിയില്ല. സോ അതിലുള്ള കാര്യങ്ങളെ സെറ്റാക്കട്ടെ കേട്ടോ ഗൈസ്. സോ അത് നമ്മളിതിൽ പരിക്കുണ്ടാക്കുന്ന സംഭവം റെഡി ആക്കട്ടെ. സോ അപ്പോഴേക്കും അതിന് ശേഷം കാണാം കേട്ടോ. ഓക്കെ, പരിക്കവിടെ റെഡിയാണ്. പരിക്കം പരിക്ക് റെഡിയാണ്. പിന്നെ നമുക്ക് ഇത് അളക്കണ്ട ഗൈസ്. അപ്പോൾ നമുക്ക് അളക്കാദ്യം അളന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ മിഡ് കണ്ടുപിടിക്കണം. അത് ആദ്യത്തെല്ലാം കീറി പൊളിക്കണം. അടുത്തേക്ക്. ഓക്കെ, ഇതിന് കറക്റ്റ് തന്നെ മിഡ് കണ്ടുപിടിക്കണം, അതാണ് പ്രശ്നം. എൻ്റെ സോ ഗൈസ്, നമ്മുടെ പൈപ്പ് ബോർഡ് സെറ്റാണ്. സോ നമ്മൾ ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ നമുക്കിതിന് പരിക്കായിട്ട് സെറ്റാക്കണം. ഇതിന് മുന്നേ ഈ സംഭവം റെഡിയാക്കാണ്ട്. ഓക്കെ, റെഡിയായി. കറക്റ്റ് ഇതിൻ്റെ മിഡിൽ വെച്ചിട്ട് വേണം നമ്മൾ പരിക്കിടാൻ. ഇവിടെ ക്യാമറ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും നോക്ക്. സോ ഗൈസ്, നമ്മുടെ ഹെൽപ്പിനായിട്ട് നമ്മുടെ ഒരുത്തിനെ കൂടി കൂട്ടിയിട്ട് വാ. ഇവിടെ വിളിച്ചിട്ടുണ്ട് ഹെൽപ്പിനായിട്ട്. സോ നമുക്ക് സെറ്റാക്കാം. അത് പിടിക്കട്ടെ, അവിടെ കറക്റ്റ് ഇങ്ങനെ പിടിക്കണേ. ഞാൻ പരിക്കിടാം. ഹെൽപ്പറങ്ങളാ കൈ കൊണ്ട് വാരിടാൻ പറ്റും. ചട്ടിനെ പിടിക്കും. ചട്ടി എടുക്കുക. കൈ പിടിക്കണം. നീ നീക്കി വെക്ക്. കട്ടി മാറതിനെ വെക്കണം. നീ ഇങ്ങോട്ട് നിൽക്ക്.
സോ ഗൈസ് നമ്മളിവിടെ പരിക്കനിട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇതാ നമ്മൾ വെയിലത്ത് വെച്ചേക്കാണ് ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇത് വെയിലത്തേക്ക് നമ്മൾ വെച്ചേക്കാണ് ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉണ്ടാക്കാൻ അത്യാവശ്യം നല്ല പാട് കിട്ടും. പരിക്കിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ വേണമെങ്കിൽ ഇവിടെ ആയിട്ട് നമ്മളിങ്ങനെ ലൈറ്റ് പിടിപ്പിക്കണം, ടോർച്ചൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് ഫോമൊക്കെയുള്ള സംഭവം സെറ്റ് ആക്കണം. അത് കഴിഞ്ഞിട്ട് മൈക്ക് സ്റ്റാൻഡ് റെഡി ആക്കണം. സോ അതൊക്കെ സെറ്റാക്കാം. ആദ്യം പോയിട്ട് കുറച്ച് നേരം വിശ്രമിക്കട്ടെ. ബൈ. സോ ഗൈസ് നമ്മുടെ സാധനങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. നമ്മൾ പരിക്കിനിട്ടെല്ലാം റെഡിയാക്കി. പിന്നെ നമ്മളൊരു ലൈറ്റ് ഒക്കെ സംഭവം സെറ്റാക്കി. സോ എല്ലാം നമ്മളവിടെ പുറത്ത് വെയിൽ പരിക്കിനൊക്കെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സോ നമ്മളെ മൈക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പണ്ടായിരുന്നു, പക്ഷേ അത് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് സെക്കൻഡ് പാർട്ട് ഇടാം. വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ഇടുക. സോ മൈക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ നമുക്ക് റെഡിയാക്കാം. സോ എന്തായാലും നമുക്കിത് കാണിച്ചു. സോ ഗൈസ് നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ ഹെൽപ്പറും ഉണ്ടായിരുന്നു. വേറൊരു എക്സ്ട്രാ സംഭവം ഉപയോഗിച്ചിട്ടില്ല. ബണ്ടിൽ ഫ്രണ്ട്ലിയാണ്. ആകെ ഉപയോഗിച്ച് കുറച്ച് സിമെൻറ്റ് മണൽ, പിന്നെ ആവശ്യത്തിന് 2 പൈപ്പ് ഇത് മാത്രം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ എല്ലാം നമ്മളെ ഇവിടെ ഉണ്ടാകുന്ന സംഭവങ്ങൾ മാത്രം ഉണ്ടാക്കിയതാണ്. ഫുള്ളി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. മൈക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കണമെങ്കിൽ പാട്ട് വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് വേണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.